ഇനി അന്നാമോ എന്നാ അച്ചായ? ഇനി പാപിരിക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെല്ലാവരെയും വിളിക്കുക. ഞങ്ങൾ റെഡി അച്ചായോ? ആ വരുന്നു. ഞങ്ങളുടെ പിതാവേ, ഇതുവരെ നമ്മൾ കേട്ടത് ഏതാണ്ട് കുറച്ചു കാലം മുമ്പ് വരെ കേരളത്തിന്റെ മണ്ണിലെ നമ്മുടെ പിതാക്കന്മാർ അയച്ച ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് സമ്പാദ്യം, ഭൗതിക നേട്ടങ്ങൾ മുന്നിൽ കാണാതെ അവർ ക്രിസ്തുവിന്റെ പാതയിൽ നടന്നു. പക്ഷെ ഇന്ന് നാം കാണുന്ന ക്രിസ്ത്യ കുടുംബത്തിൽ ഒരുതരം ആത്മീയ ആലസ്യം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതാ അങ്ങനെ ഒരു കുടുംബം പരിചയപ്പെടാൻ. ഹൈടെക് കൾച്ചറിൽ മാറി സോഷ്യൽ മീഡിയ ഇല്ലാതെ ഇവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു കാലം. എന്താ മനുഷ്യ ഫോണിന്റെ റിംഗ് ടോൺ പോലെ നിലവിളിക്കുന്നത്? ഞാൻ കുറച്ച് ബിസിയാകട്ടോ. നീ ഒരു ചായ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ എപ്പോഴും അന്നാമോ അന്നാമോ വിളിക്കലെന്ന്. പിന്നെ എന്താ വേറെ എന്നെ വിളിക്കേണ്ടത്? വിളിക്കണോ? അങ്ങനെയല്ല മനുഷ്യ, നമ്മുടെ ഇന്നത്തെ ഹൈടെക് നിലയ്ക്കും പറ്റി പേര് വിളിക്കണം. ഏനാന്ന് വിളിക്കണം. ഓ, നല്ല ബെസ്റ്റ് പേര്. കണ്ടാലും മതി, അതുപോലെയൊക്കെ ഉണ്ടല്ലോ. എന്താ നിങ്ങൾ എന്നോട് പറഞ്ഞത്? ഓ, ഒന്നുമില്ലേ മോം. मॉम, मेरा कोई पार्सल आया था, मैंने एक टी शर्ट ऑनलाइन में बुक किया था. വന്നിരിക്കുന്നു. ആനക്കാരനൊരു ചേനക്കാര്യം. എടാ, എന്റെ പ്രൊഫൈൽ എന്തോ ഒരു കുഴപ്പ പറ്റിയെന്ന് തോന്നുന്നു. നീ ഒന്ന് നോക്കിക്കേ. നോക്കട്ടെ. നിന്റെ പ്രൊഫൈൽ ഒരു കുഴപ്പം കാണുന്നില്ലല്ലോ. ഓ മാം, ഡോണ്ട് ബി സില്ലി. ഞാൻ എന്റെ ഫോണിന്റെ പ്രൊഫൈലിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇതാ ആ കുടുംബത്തിന്റെ ഒരു ഹാപ്പി വീക്കെൻഡിലേക്ക്. ഹലോ, ആരാണ്? ഹലോ, തോമസ് ആണോ? ഇത് പള്ളിയുടെ കൊച്ചനാ, അച്ഛനാ? അതെ അച്ഛോ, ഇത് ഞാൻ തന്നെയാണ്. വലിയ വീട്ടില് തോമസ് ഏലിയാസ് ജാക്കി. തോമസേ, പ്രത്യേക കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. എന്നാച്ചോ? പറയാച്ചോ, പിരിവല്ലതാണോ? അല്ല തോമസേ, തോമസ് കുടുംബമായി ഞായറാഴ്ച കുർബാനയ്ക്കും വൈകിട്ടുള്ള പ്രേരണം വരണം. ഹലോ അച്ഛാ, ഉറക്കം പറഞ്ഞേ. ലൈൻ ക്ലിയർ അല്ല. ഹലോ ഇവന്റെ ഒന്നും ക്ലിയർ അല്ല. ഓ, രക്ഷപ്പെട്ടു. ഈ അച്ഛനൊരു പണിയില്ല. അല്ലാമോ? ഓ, സോറി. ആരാ? എന്തോ അച്ചായ? എടി, പള്ളി അച്ഛൻ വിളിച്ചിരുന്നു. നാളെ നമ്മൾ കുടുംബമായിട്ട് പള്ളി ചെല്ലണമെന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ എന്തോ പറഞ്ഞു? നാളെ ഞാൻ ഫുൾ ഡേ ബിസിയാണ്. സ്കൈപ്പില് അർജന്റ് ചാറ്റ് ചെയ്യണം എനിക്ക്. എന്റെ കൊച്ചുകുട്ടി കൂട്ടുകാരിയെ അങ്ങ് യുഗാണ്ടയിലും വിളിക്കും. നാളെ നിങ്ങൾ പിള്ളേരുടെ കൂടെ പോകും. മക്കളെ, അവിടെ പപ്പാടെ കൂടെ പോകണം കേട്ടോ. मॉम, आई विल बी वेरी बिजी टुमारो. आजकल तो ऑनलाइन का जमाना है. अच्छे लोगों को बोलो कि कुर्बाना सब ऑनलाइन दिखा दिया करें. മാം, ഞാൻ തരത്തില്ല. എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണം, ഫേഷ്യൽ ചെയ്യണം, എന്നിട്ട് സെൽഫി എടുക്കാനാ.
എന്റെ ഫേസ്ബുക്കിൽ പ്രൊഫൈൽ പിക്ചർ ഇടാനാ. അത് കണ്ടാലല്ലേ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഫോട്ടോയിൽ ലൈക്ക് ചെയ്യൂ. ഓ, ഞാനും പോകുന്നില്ല, നിങ്ങളാരും പോകുന്നില്ലല്ലോ. എനിക്കും ഓൺലൈനിൽ കുറച്ച് ബിസിനസ് മീറ്റിംഗ് ഒക്കെ ഉണ്ട്. അടുത്ത ദിവസം അച്ഛൻ തോമസിനെ വഴി വെച്ച് കണ്ടപ്പോൾ തോമസേ, ഗുഡ് ഈവനിങ്. ഈവനിങ് അച്ഛോ, അച്ഛനെങ്ങോട്ടാ? തോമസ് എന്തേത് ഈയിടെയായി കുടുംബമായി പള്ളിയിൽ ആരാധനയ്ക്കും പ്രേയർ മീറ്റിങ്ങിലും പങ്കെടുക്കാത്തത്? പള്ളി പൊലിയോളത്തെ അടിപൊളിയൊന്നും കാണുന്നില്ല. അച്ഛാ അച്ഛൻ ബിസി ആയിരുന്നു. ഇങ്ങനെയാരും നിനക്ക് സ്വർഗരാജ്യം എങ്ങനെ കിട്ടും മോനെ? അച്ഛൻ അതൊക്കെ കിട്ടുമെന്നേ. ഞാൻ പള്ളിയിൽ എല്ലാ പിരിവും കൊടുക്കുന്നുണ്ടല്ലോ. കൂടാതെ അച്ഛനെന്റെ കുടുംബമേ അറിയത്തില്ലേ? വലിയ വീട്ടിൽ തോമസ് ഏലിയാസ് ജാക്കി. ഇങ്ങനെ പോയാൽ മോള് പോകാൻ നിനക്ക് ജാക്ക് വേണ്ടി വരും. ദൈവം നിന്നെ രക്ഷിക്കട്ടെ. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തോമസ് മരിച്ചു. അതിനുശേഷം ഇതാ ഇവിടെ രണ്ട് വാതിൽ കാണുന്നുണ്ടല്ലോ. ഒന്ന് ഇടുങ്ങിയും ഒന്ന് വിശാലമാണ്. ഇതാ സ്വർഗത്തിലേക്കുള്ള വാതിൽ. അച്ഛനൊരു സ്വർഗത്തിന്റെ വാതിലിന്റെ കാര്യം പറഞ്ഞാൽ നിക്ക് എങ്ങോട്ടാ? പാസ്സുണ്ടോ അവിടത്തേക്ക് കയറാൻ? പാസ്സോ? ഇവിടെ പാസ് വേണം. എന്തെങ്കിലും ഒരു ആധാർ കാർഡുണ്ട്, അത് കഴിക്കുമോ? നോ, ഒരു കാര്യം ചെയ്യും. അവിടെ ഇരിക്കുന്ന ദേവദൂതന്റെ അടുത്ത് പോയി പാസ് വാങ്ങാൻ മതി. അത് കുട്ടിക്കാരാ. എനിക്കൊരു പാസ് വേണം ഈ വാതിലൂടെ കടക്കാൻ വേണ്ടിയുള്ളത്. എന്താ നിങ്ങളുടെ പേര്? എന്റെ പേരോ? വലിയ വീട്ടിൽ തോമസ് ഏലിയാസ് ജാക്കി. തോമസ് നിങ്ങളുടെ പേര് ഞങ്ങളുടെ റെക്കോർഡിൽ ഇല്ലല്ലോ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. കുടുംബ മഹിമ വെച്ച് എന്റെ പേര് ഏറ്റവും ടോപ്പിലായിരിക്കണമല്ലോ. കൂടാതെ പള്ളിയിലെ ഡൊണേഷനുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ അതിൽ നമ്പർ 1 ആയിരുന്നു ഞാൻ. ഓ നിങ്ങളുടെ ശവസംസ്കാരം ചിലപ്പോൾ കഴിഞ്ഞു കാണത്തില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ പേര് വരാത്തത്. എന്നാല് കടക്കാൻ പല വഴിയുണ്ടോ? ഒരു കൈവിട തന്നാലോ? CCTV ക്യാമറയുടെ കാലമാണ്. പെട്ടുപോയാലോ? വേണ്ട, തോമസിന് കാര്യം ചെയ്യും. അവിടെ പോയി ആ മൂലയ്ക്ക് കുത്തിയിരിക്കും. ഞാൻ വിചാരിച്ച മുമ്പിൽ ഇവിടെ എത്തിയല്ലോ. എന്താ ഇവിടെ നിൽക്കുന്നത്? വാഴന്റെ കൂടെ എവിടേക്കാണ്? എന്തിനാണ്? നല്ല ലോകത്തേക്ക്. വേറെ എവിടെ? നീ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ഫലമാണ്. അത് നീ അനുഭവിച്ചേ മതിയാവും. എന്താണല്ലോ കർത്താവേ? അന്ന് അച്ഛൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എനിക്കും ഈ തൊഴിലാളിക്ക് പോകാമായിരുന്നു. ദൈവത്തെ മറന്ന് ജീവിച്ച് എനിക്ക് ഇത് തന്നെ ശിക്ഷ. സഹോദരങ്ങളെ, ഹൈടെക് ലൈഫ് നമ്മുടെ ജീവിതത്തെ ഈസിയാക്കാൻ സാധിക്കും. അതൊരു ശാപമായി തീരുന്നത്. ദൈവത്തെ മറന്ന് എന്ത് ചെയ്താലും അത് ഫലിക്കുകയില്ല. പാപത്തിന്റെ ശമ്പളം മരണമാണ്. മറിച്ച് ദൈവത്തിന്റെ പാതയിൽ നടന്നാൽ സ്വർഗ്ഗരാജ്യമാണ് ലഭിക്കുക. നമുക്ക് ഏത് വഴിയിൽ പോകണമെന്ന് നാം തന്നെ ഇന്നും ചിന്തിക്കും.